ANDS അക്കാഡമിയുടെ ക്യൂ മാസ്റ്റർ സെക്ഷനിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാർഡിനൽ ഫംഗ്ഷൻ ഓഫ് ഡെസിഡുവ ഈസ് ഓപ്ഷൻസ് ഇമ്മ്യൂണിറ്റി, പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ്, ഓൾ ഓഫ് ദീസ്, മെയിൻ്റനൻസ് ഓഫ് പ്രഗ്നൻസി. 4 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ റൈറ്റ് ആൻസർ മെയിൻ്റനൻസ് ഓഫ് പ്രഗ്നൻസി ആണ്. നമ്മൾ കഴിഞ്ഞ ക്യൂ മാസ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ യൂട്രസിന് 3 ലെയേഴ്സാണുള്ളത്: എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം. ഇതിൽ എൻഡോമെട്രിയത്തിന് പ്രഗ്നൻസിയിൽ പറയുന്ന പേരാണ് ഡെസിഡുവ എന്നുള്ളത്. ഈ ഡെസിഡുവയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാർഡിനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ കാർഡിനൽ ഫംഗ്ഷൻ ഓഫ് ഡെസിഡുവ ഈസ് മെയിൻ്റെനൻസ് ഓഫ് പ്രഗ്നൻസി. കമ്മിങ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: പെക്സെൽസ് ആർ സീൻ ഇൻ ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്, ഫലോപ്പിയൻ ട്യൂബ്സ്, വജൈന. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ റൈറ്റ് ആൻസർ ഫലോപ്പിയൻ ട്യൂബ്സ് എന്നാണ്. പെക്സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിത്തീലിയൽ സെൽസ് ആണ്. സീലിയ ഇല്ലാത്ത അല്ലെങ്കിൽ നോൺ സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് ആണ് പെക്സെൽസ് എന്ന് പറയുന്നത്. ഇതെവിടെ കാണുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ലൈനിങ്ങിലാണ് കാണുന്നത്. സോ പെക്സെൽസ് ആർ ഫൗണ്ട് ഇൻ ഫലോപ്പിയൻ ട്യൂബ്സ്. ഇത് എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ? ഓവത്തിന് ന്യൂട്രീഷനും പ്രൊട്ടക്ഷനും കൊടുക്കുക എന്നുള്ളതാണ് പെക്സെൽസിൻ്റെ ഫംഗ്ഷൻ. ഇതല്ലാതെ സ്പേംസിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നൊരു ഫംഗ്ഷൻ കൂടെ നമ്മുടെ ഈ പെക്സെൽസിലുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, the term Mittelschmerz refers to options: varying degrees of abdominal pain during ovulation, pelvic girdle pain during pregnancy, lower abdominal cramp during menstruation, intermittent uterine contraction during labor. ഇതിൽ നമ്മുടെ റൈറ്റ് ആൻസർ varying degrees of abdominal pain during ovulation എന്നുള്ളതാണ്. Mittelschmerz അല്ലെങ്കിൽ അതിനെ മിഡ് പെയിൻ എന്ന് പറയും. അത് ഈ പേര് പോലെ തന്നെ മെൻസ്ട്രൽ പീരീഡിൽ ഓൾമോസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ മിഡ് വെയിലാണ് ഒരു ഗേളിന് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലേഡിക്ക് മിറ്റൽഷീമേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻ വരുന്നത്. അതെപ്പോഴാണ് കറക്റ്റായിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവുലേഷൻ ടൈമിലാണ് നടക്കുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻ വരുന്നത്. ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെൻസ്ട്രേഷൻ ടൈമിൽ ഫോളിക്കിൾസ് റപ്ചർ ചെയ്തിട്ടുണ്ടാകുന്ന ഫ്ലൂയിഡും ബ്ലഡും അതെല്ലാം വരുമ്പോഴത്തേനും അങ്ങനെ വരുന്ന ആ സമയത്ത് ഒരു പെരിറ്റോണിയൽ ഇറിറ്റേഷൻ വന്നിട്ട് അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻ വരുന്നത്, Mittelschmerz. So Mittelschmerz refers to varying degrees of abdominal pain during ovulation. Coming to fourth question, spin barket appearance of cervical mucus is a sign of. Cervical mucus ന്റെ spin barket appearance എന്തിൻ്റെ സൈൻ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് menstruation, pregnancy, menarche, ovulation. റൈറ്റ് ആൻസർ ഈസ് ovulation. ഈ ഒരു കോൺടാക്സിൽ നമ്മൾ പറയുന്നത് പലപ്പോഴും പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ലേഡിക്ക് ഓവുലേഷൻ നമ്മൾ ചിലപ്പോൾ ട്രേസ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരും. അപ്പോൾ നമുക്കത് ട്രാൻസ്വജനൽ അൾട്രാസൗണ്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ്സ് വെച്ചിട്ടായിരിക്കാം നമ്മൾ ഓവുലേഷൻ ട്രേസ് ചെയ്യുന്നത്, ഓവുലേഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഓവുലേഷൻ കണ്ടുപിടിക്കേണ്ട ഒരു മെത്തേഡാണ് ആക്ച്വലി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്പിയറൻസ് ആണ്, പ്രൊസീജിയറാണ് ഈ ഒരു സ്പിൻ ബാർക്കറ്റ് അപ്പിയറൻസിലൂടെ കണ്ടെത്തുക. അതായത് ആക്ച്വലി നമ്മൾ സെർവിക്കൽ മ്യൂക്കസ് നോക്കിയിട്ട് എടുത്തിട്ട് അതിൻ്റെ എലാസ്റ്റിസിറ്റി നോക്കും. നന്നായിട്ട് എലാസ്റ്റിക് ആണ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓവുലേഷൻ ടൈം ആകാറാവുമ്പോഴത്തേനും സെർവൈക്കൽ മ്യൂക്കസിൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ അതിൻ്റെ എലാസ്റ്റിസിറ്റി നോക്കുമ്പോൾ എലാസ്റ്റിസിറ്റി ഗുഡാണ്. ഒരു 12 to 24 സെൻറ്റിമീറ്റർ 24 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇവിടെ ഓവുലേഷൻ്റെ ടൈം ആയിട്ടുണ്ട് എന്നുള്ളത്. സോ സ്പിൻ ബാർക്കറ്റ് അപ്പിയറൻസ് സെർവൈക്കൽ മ്യൂക്കസ് എന്തിൻ്റെ സൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവുലേഷൻ്റെ സൈനാണ്. ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു തേർഡ് ഓപ്ഷൻ എന്ന് പറയും മെനാർക്കിയാണ്. മെനാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺസെറ്റ് ഓഫ് മെൻസ്ട്രേഷൻ, ആദ്യമായിട്ട് മെൻസ്ട്രേഷൻ ആകുന്നതിനെയാണ്, ഒരു ഗേളിൽ മെൻസ്ട്രേഷൻ ആകുന്നതിനെയാണ് മെനാർക്കി എന്ന് പറയുന്നത്. ഓവുലേഷൻ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പ്രോസസ്സാണ്. മെൻസ്ട്രേഷൻ സൈക്കിളിൽ ഓൾമോസ്റ്റ് 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കുന്നത്. ആ ഓവുലേഷൻ ടൈമിൽ നമ്മൾ ട്രേസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഹോർമോൺ ഹോൾഡ്സ് ദി പ്രഗ്നൻസി? വിച്ച് ഹോർമോൺ ഹോൾഡ്സ് ദി പ്രഗ്നൻസി? ഓപ്ഷൻ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ലൂട്ടനൈസിങ് ഹോർമോൺ, ഡി ഓൾ ദി അബവ്. ഇതിൽ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ആണ്. ഏർലി ഡെവലപ്മെൻറ്റിൽ നമ്മൾ പ്രൊജസ്ട്രോണിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇംപ്ലാന്റേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഏർലി ഡെവലപ്മെൻറ്റിൽ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നൊരു സ്റ്റേജ് ഉണ്ട്. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്തിട്ട് അത് യൂട്രൈൻ വാളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന ഒരു പ്രൊസീജിയറുണ്ട്. ആ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എപ്പോഴാണ് നടക്കുന്നത്? ഇംപ്ലാന്റേഷൻ ഫെർട്ടിലൈസേഷൻ്റെ 6th ഡേയിലാണ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ 6th ഡേയിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഈ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്.
ഈ പ്രൊജസ്ട്രോൺ വീണ്ടും എൻഡോമെട്രിയത്തിലുണ്ടാകുന്ന ചേഞ്ചസിന് ഈ പ്രൊജസ്ട്രോൺ റെസ്പോൺസിബിൾ ആണ്. നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സെക്കൻഡ് ഹാഫിൽ പ്രൊജസ്ട്രോണിൻ്റെ സെക്രീഷനാണ് കൂടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് ഓഫ് മെൻസ്ട്രേഷന് നമ്മൾ പ്രൊജസ്ട്രോൺ സൈക്കിൾ എന്ന് പറയാറുണ്ട്. ഫസ്റ്റ് ഹാഫ് ഈസ്ട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത്, സെക്കൻഡിൽ പ്രൊജസ്ട്രോൺ സൈക്കിൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പ്രഗ്നൻസി ഹോൾഡ് ചെയ്യുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ ആണ് ആൻസർ. Next, sixth question. Onset of puberty before the age of 8 years in girls is called option telarchy, menarche, delayed puberty, precocious puberty. ഇതിൽ റൈറ്റ് ആൻസർ precocious puberty, ഡി ഓപ്ഷനാണ്. പ്യൂബർട്ടി അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡറി സെക്സ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽസിൽ 8 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അത് കാണുന്നത്. മെയിൽസിലാണ് അല്ലെങ്കിൽ ബോയ്സിലാണെന്നുണ്ടെങ്കിൽ 9 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഇത് വളരെ മുമ്പേ അപ്പിയർ ചെയ്യുന്ന അല്ലെങ്കിൽ 8 ഇയേഴ്സിന് മുമ്പ് വരികയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറയും. സി ഓപ്ഷൻ ഡിലേഡ് പ്യൂബർട്ടി, അതൊരിക്കലും അല്ല, കാരണം ഇത് ഡിലേ അല്ല, നേരത്തെയാണ് വരുന്നത്. എ ഓപ്ഷൻ തെലാർക്കി. തെലാർക്കി എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ബഡ് ഡെവലപ്മെൻറ്റ്, അതിനെ പറയുന്നതാണ് തെലാർക്കി എന്ന് പറയുന്നത്. മെനാർക്കി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓൺസെറ്റ് ഓഫ് മെനിസ്ട്രേഷൻ, ആദ്യമായിട്ട് ഒരു ഗേളിൽ മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മെനാർക്കി. അതുപോലെ വേറൊരു ടേമാണ് മെനോപോസ് എന്ന് പറയും. അത് ഫീമെയിൽസിൽ മെനിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് മെനോപോസ് എന്ന് പറയും. ഇവിടെ ഓൺസെറ്റ് ഓഫ് പ്യൂബർട്ടി ബിഫോർ 8 years of age of 8 years in girls is called precocious puberty. Seventh question. Regularly timed episodes of bleeding that are excessive in amount. Regularly timed episodes of bleeding that are excessive in amount are called. അതിൻ്റെ കറക്റ്റ് ആൻസർ മെനറാജിയ എന്നാണ്. നമ്മൾ മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ കുറച്ച് ടേംസ് നമ്മൾ പഠിക്കേണ്ടി വരും. അതിൽ പോളിമെനോറിയ ഉണ്ട്, മെറ്ററാജിയ ഉണ്ട്, മെനറാജിയ ഉണ്ട്, മെനോമെറ്ററാജിയ ഉണ്ട്. 28 days ആണ് നോർമൽ ഒരു മെൻസ്ട്രൽ സൈക്കിൾ വരുന്നൊരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ 28 daysലാണ് കറക്റ്റായിട്ട് മെൻസ്ട്രേഷൻ നടക്കുന്നതെങ്കിൽ അതൊരു റെഗുലർ സൈക്കിൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഈവൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഈ റെഗുലർ ഈവൻ്റ് വിട്ടിട്ട് ഈ 28 days എന്നുള്ള ആ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് 21 days കുറവായിട്ട് വരികയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ പറയുന്നതാണ് പോളിമെനോറിയ എന്ന് പറയുന്നത്. അതായത് മെൻസ്ട്രൽ ബ്ലീഡിങ് ഇൻ്റർവെല്ലിൽ 21 days കുറവാണ് എങ്കിൽ അതിനെ പോളിമെനോറിയ, പോളി മീൻസ് മെനി. അടുത്ത മെറ്ററാജിയ. മെറ്ററാജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർമെനിസ്ട്രൽ ബ്ലീഡിങ്ങിനെ പറയുന്നതാണ് മെറ്ററാജിയ. അതായത് മെൻസ്ട്രൽ പീരീഡിന് മെൻസ്ട്രൽ പീരീഡിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് വീണ്ടും ബ്ലീഡിങ് വരുന്നതാണ് മെറ്ററാജിയ എന്ന് പറയുന്നത്. അടുത്തൊരു ടേം മെനറാജിയ എന്ന് പറയും. മെനറാജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ്ട്രൽ ബ്ലീഡിങ് എക്സസ് ആയിട്ട് വരുന്നതിനെയാണ് മെനറാജിയ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ബ്ലീഡിങ് പീരീഡ് 7 days കൂടുതലായിരിക്കും. അതാണ് മെനറാജിയ. പോളിമെനോറിയ, മെനറാജിയ, മെറ്ററാജിയ പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ 2 ടേമായിട്ടുള്ള മെനറാജിയും മെറ്ററാജിയും കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് മെനോമെറ്ററാജിയ എന്ന് പറയുന്നത്. അവിടെ മെനോമെറ്ററാജിയയിൽ എക്സസീവ് ബ്ലീഡിങ്ങും ആയിരിക്കും, മെൻസ്ട്രൽ പീരീഡ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ബ്ലീഡിങ് ഉണ്ടാവും. അതാണ് മെനോമെറ്ററാജിയ. നമ്മൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ റെഗുലർലി ടൈംഡ് എപ്പിസോഡ്സ് ഓഫ് ബ്ലീഡിങ് ദാറ്റ് ആർ എക്സസീവ് ഇൻ എമൗണ്ട്. നമ്മൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ കിട്ടുന്നത് മെനറാജിയാണ്. Coming to 8th question. Inflammation of vaginal epithelium caused by Candida albicans is known as. ഇത് നമ്മൾ കഴിഞ്ഞ ക്യൂ മാസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മൊണീലിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ വേറൊരു പേര് മൊണീലിയാസിസ് എന്നുള്ളതാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നത് പോലെ തന്നെ നമ്മൾ ഓരോ ഓപ്ഷൻ എന്തുകൊണ്ട് കറക്റ്റായി, ബാക്കി ഓപ്ഷൻസ് എന്തുകൊണ്ട് കറക്റ്റ് ആവുന്നില്ല എന്നുകൂടെ മനസ്സിലാക്കി നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്കതിൽ ഒരു ഫുൾ സ്റ്റഡി കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുന്നത്. ഇതിൽ ഉള്ള ബാക്കി ഓപ്ഷൻസ് ട്രൈക്കോമോണാസിസ്, സെർവിസൈറ്റിസ്, അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്യൂ മാസ്റ്റർ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് വജൈനൽ എപ്പിത്തീലിയം കോസ്ഡ് ബൈ കാൻഡിഡ ആൽബിക്കൻസ് ഈസ് നോൺ ആസ് മൊണീലിയൽ ഇൻഫെക്ഷൻ. നെക്സ്റ്റ്, മോർല ഈസ് എ സ്റ്റേജ് ഓഫ്. അതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ മോർല എന്നുള്ളത് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ 3rd ഡേയിൽ ഉണ്ടാവുന്ന ഒരു സ്റ്റേജാണ് മോർല എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം അത് 1 സെല്ലാവും, 2 സെല്ലാവും, 4 സെല്ലാവും, അങ്ങനെ ഡിവൈഡ് ചെയ്ത് 16 സെൽ സ്റ്റേജ്, ഒരു 16 സെൽ സ്റ്റേജിൽ പറയുന്ന പേരാണ് മോർല എന്നുള്ളത്. അപ്പോൾ മോർല ഈസ് എ സ്റ്റേജ് ഓഫ് 16 സെൽ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അംബിലിക്കൽ കോർഡ് കണ്ടെയ്ൻസ് എത്ര ആർട്ടറി എത്ര വെയിൻ എന്നുള്ളതാണ്. ഞാൻ ഓപ്ഷൻസ് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല.
ആക്ച്വലി അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 2 ആർട്ടറീസ് ആൻഡ് 1 വെയിൻ എന്നുള്ളതാണ്. 2 ആർട്ടറീസ് ആൻഡ് 1 വെയിൻ, അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഈ അംബിലിക്കൽ കോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിനെ ഫ്യൂണിസ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ ലെങ്ത്ത് 50 സെൻറ്റിമീറ്റർ ആണ്. അംബിലിക്കൽ കോഡിനെ സറൗണ്ട് ചെയ്തൊരു ജെലാറ്റിനസ് സബ്സ്റ്റൻസ് ഉണ്ടാവും, വാട്ടർ ജെല്ലി. അംബിലിക്കൽ കോഡിൽ നെർവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെർവ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അംബിലിക്കൽ കോഡ് കട്ട് ചെയ്യുമ്പോൾ അത്ര പെയിൻഫുൾ ആയിട്ട് തോന്നാറുള്ളത്. ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ 10 ക്വസ്റ്റ്യൻസ് ടുഡേ. വീണ്ടും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.